ബിഗ് ബോസ് സീസൺ 6 ആദ്യത്തെ ദിവസം ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ഇന്ന് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ക്യാപ്റ്റൻസി ടാസ്ക് മാത്രമേ ഉള്ളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ഉണ്ടായത്. രാവിലെ തൊട്ട് നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്. രതീഷ് പൊന്നളിയ ഇങ്ങനെയൊക്കെ വെറുപ്പിക്കാവോ അങ്ങനെയൊക്കെ വെറുപ്പിക്കുന്നുണ്ട്. റോബിൻ്റെയും രജിത് കുമാറിൻ്റെയും ഒരു മിക്സ്ചർ പരുവമാണ് അളിയന് എവിടെ സ്ക്രീൻ സ്പേസ് വേണോ അവിടെ എല്ലാം കയറി അങ്ങ് വരവുക. പിന്നെ കുറേ അലപ്പും ബഹളവും അങ്ങ് മൊത്തത്തിലൊരു മെയിൻ ആവാനുള്ള ശ്രമമാണ്. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം കയറി ഇടപെടുന്നുണ്ട്. ഇത് ഏത് വഴിക്ക് പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു സ്ക്രീൻ പ്രസൻസ് എന്നുള്ള നിലയിൽ പുള്ളി കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നല്ല ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാണുന്ന നമുക്ക് വെറുപ്പിലാവും. ആരെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് വെറുതെ കയറി നിന്നിട്ട് അങ്ങ് കലപിലാന്നങ്ങ് സംസാരിക്കണം ഒരാവശ്യമില്ലാതെ. ആദ്യമേ എനിക്ക് തോന്നുന്നു മറ്റേ സീസൺസ് എല്ലാം കണ്ടിട്ട് വന്നുകൊണ്ട് സ്ക്രീൻ പ്രസൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടുത്തെ കണ്ടസ്റ്റൻസ് എല്ലാം കോമഡിയാണ്. രാവിലെ തൊട്ട് നല്ല ഏഷ്യാനെൻ്റെ ഒരു സീരിയൽ കണ്ട ഫീലായിരുന്നു എനിക്ക്. ആദ്യം നല്ല രീതിയിൽ ബോറടിച്ചു എന്നുള്ളത് ഫസ്റ്റ് ഡേ ആണ്. എന്നാലും നല്ല രീതിയിൽ ബോറടിച്ചു എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും വലിയ സത്യം. പിന്നെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് തുടങ്ങി. ക്യാപ്റ്റൻസി ടാസ്ക് വളരെ സിമ്പിളാണ്. ഒരു പോഡിയം, എല്ലാവർക്കും ഓരോ ഇൻഡിവിജ്വൽ പോഡിയം വെച്ചിട്ടുണ്ട്, ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, ഒരു വലിയ സ്ഥലത്ത് കുറേ ചെളി, അതിനകത്ത് കുറേ ബോളുകൾ, 3 ലൈറ്റ്, ഗ്രീൻ, യെല്ലോ, റെഡ്. ഗ്രീൻ ആവുന്ന സമയത്ത് പോയി പറക്കുക, റെഡ് ആവുന്നതിന് മുമ്പ് ഇറങ്ങി വരിക, അതാണ് ടാസ്ക്. അപ്പം റെഡിൽ നിൽക്കുന്നവരെല്ലാം ഔട്ടാവുന്നു. ആദ്യത്തെ റൗണ്ട് മണ്ടന്മാർ റെഡിൽ നിന്നു പറക്കി കളി മൊത്തത്തിൽ ക്യാൻസലായി. അതിനിടയ്ക്ക് സിജോയും റോക്കിയും കൂടെ ഒരു കിടിലൻ ഐഡിയ കളിച്ചു. പക്ഷെ അത് ബൊക്കില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു കിടിലം പ്ലേ എന്ന് പറഞ്ഞാൽ കിടിലം പ്ലേ ആയിരുന്നു. പക്ഷേ സംഭവം പാളിപ്പോയി കഴിഞ്ഞത് ഫസ്റ്റ് ഡേ ഗ്രൂപ്പീസൊക്കെ ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസിൽ. പക്ഷേ ഫസ്റ്റ് ഡേ ഇത്രയും വലിയ ഗ്രൂപ്പീസൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. അതിനകത്ത് ഏറ്റവും കോമഡി രതീഷിൻ്റെ കാര്യമായിരുന്നു. രതീഷ് ഭയങ്കര ഇതിൽ ഇത് പറ്റത്തില്ല, ഇത് ഫെയർ ഗെയിം പ്ലേ അല്ല, അതാണ് മാടയാണ് കോടയാണെന്ന് പറഞ്ഞാൽ മുട്ടനടി എന്ന് വെച്ചാൽ മുട്ടനടി. അങ്ങനെ റോക്കിയും രതീഷും കൂടെ മുട്ടനടിയായി പിടിച്ചെള്ളിൻ്റെ വക്കൽ വരെ എത്തി. എന്നിട്ട് ബിഗ് ബോസ് വിളിച്ചു രണ്ടുപേരും കൺഫെഷൻ റൂമിൽ ചെന്നപ്പോഴും സാറ് റോക്കിയോട് ചോദിക്കുന്ന സമയത്ത് രതീഷ് കയറി പറയുകയാണ്, എന്ത് വെറുപ്പീരാണ് വെച്ചാൽ. അതിനുശേഷം അപ്പം ബിഗ് ബോസ് പറഞ്ഞു, ഓക്കെ ഇത് യുക്തി ഉപയോഗിച്ച് കളിക്കേണ്ട ഒരു കളിയാണ്, അവർ ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. ഇത്ര നേരം ഫെയർ ഗെയിം പ്ലേയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന രതീഷ് വന്നിട്ട് പിന്നെ ഗ്രൂപ്പ് സന്ധിരിയായിരുന്നു അവിടെ ആരെയും ജയിപ്പിക്കണോ, അവിടെ ജിൻഡോയെ ജയിപ്പിക്കണോ, ആരെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായി. മൊത്തത്തിൽ ഇന്നത്തെ ഗെയിമിൽ കുറേ ട്വിസ്റ്റുകളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അർജുൻ ഭയങ്കര സൈലൻ്റായിട്ട് നിൽക്കുന്ന, അതായത് ഇത്രയും ഗ്രൂപ്പീസ് നടന്നപ്പോഴും ആശാൻ അവിടെ ഇൻഡിവിജ്വൽ ഗെയിം പ്ലേ കളിക്കുകയാണ്, ഞാൻ അവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിന്നു. അങ്ങനെ പോന്നു. പിന്നെ ശ്രീദേവി എന്നല്ലേ, ശ്രീദേവി അല്ലേ ഇത് പേരൊക്കെ പഠിച്ചെടുക്കാൻ 2-3 ദിവസം ആകും. അപ്പം ശ്രീദേവിയുടെ കാലിന് കുറച്ച്, ശ്രീദേവിയാണെന്ന് തോന്നുന്നു, ശ്രീദേവി കാലിന് ഇഞ്ചുറി ആവുന്നു. അങ്ങനെ കുറേ മെഡിക്കൽ ടൈം പോകുന്നു. അതിനുശേഷം വരുന്നു, വീണ്ടും കളി റീസ്റ്റാർട്ട് ചെയ്യുന്നു, ബാക്കി എല്ലാവരും ഔട്ടാവുന്നു. ഇവർ 4 പേര്, അതായത് സിജോ, റോക്കി, അർജുൻ, ശ്രീദേവി എന്നല്ലേ പേര് മറന്നു പോയിടും. അങ്ങനെ ഇവർ 4 കൂടെ നിൽക്കുന്നു. ഭയങ്കര ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ്. ഇവർ രണ്ടുപേരുടെ ഗ്രൂപ്പാണ് കളിക്കുന്നത്. അതായത് സിജോയും റോക്കിയും കൂടെ ഗ്രൂപ്പ് കളിക്കുന്നു. അതായത് കിട്ടുന്ന ബോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് റോക്കി കൊടുത്ത് റോക്കിയെ ക്യാപ്റ്റനാക്കാനുള്ള രീതിയിൽ നിൽക്കുന്നു. അർജുൻ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നു. അവസാനം അർജുൻ ക്യാപ്റ്റനായി എങ്ങനെയായാലും. അപ്പോഴും രതീഷ് എൻ്റെ പൊന്നോ, സത്യമായുണ്ടല്ലോ പിടിച്ച് മോഹൻ തറ കളിക്കാൻ തോന്നി എനിക്ക്. അത്രയ്ക്ക് വെറുപ്പിലാണ്. പല സീസൺ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഇങ്ങനെ വന്ന് ആളാവാൻ ശ്രമിക്കുന്നത് മോശമാണ്. ഇപ്പോൾ കഴിഞ്ഞിടത്തും ഉണ്ടായിരുന്നു. ഇതിപ്പം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വട്ടത്തെ ഒരു ജുനൈസിൻ്റെ അവസ്ഥയാവാനുള്ളൊരു ചാൻസ് രതീശനുണ്ട് എന്നുള്ളതാണ്. അതായത് അതായത് അവസരം കിട്ടുന്നിടത്ത് പോയി നിൽക്കുക, എന്നിട്ട് അത് പോവുകയാണെങ്കിൽ അപ്പുറത്ത് പോയി നിൽക്കുന്നൊരു പരിപാടിയാണ് ഞാൻ കാണിക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഒരു പവർ റൂമിൽ അർജുൻ തീരുമാനിക്കും ആരൊക്കെ കിടക്കണം എന്നുള്ളത്. അപ്പം പവർ റൂമിലുള്ളവർക്ക് നോമിനേഷൻ കാണില്ല, നോമിനേഷൻ ഫ്രീ ആയിരിക്കും. അപ്പം പവർ റൂമിൽ രതീഷ് കയറാൻ മാക്സിമം ശ്രമിക്കും. ഇല്ലെങ്കിൽ ആശാനെ പിടിച്ച് അടിച്ച് പുറത്ത് കാണാം. PR ഒന്നും ഇല്ലെങ്കിൽ പുറത്ത് പോകും. എന്തായാലും ബിഗ് ബോസ് വെറൈറ്റിയൊക്കെ നോക്കിയിട്ട് ഇതൊരുമാതിരി സീരിയൽ ലെവലായിപ്പോയി. സത്യം പറഞ്ഞാൽ സീരിയൽ ലെവലായിപ്പോയി. ഇതിനകത്ത് ജാസ്മിൻ കോമഡിയാണ്. ഈ കോമഡി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഈ പവർ റൂമിൽ ആരൊക്കെ കയറും എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. പവർ റൂമിൽ കയറുന്നവർ കയറി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പം അതൊരു വലിയ ഡിസിഷൻ പോയിൻ്റാണ് ആരൊക്കെ കയറും എന്നുള്ളത്. എന്തായാലും സിജോയെയും റോക്കിയും കയറ്റാൻ ഒരു വഴിയില്ല, അവർ നോമിനേഷനിൽ വരും. അവരിപ്പോൾ തന്നെ കുറച്ച് ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്ച്വലി അവർ ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ ഇത്രയും പേരുടെ കൂടെ നിന്നിട്ട് 2 പേരും മാറി നിന്നിട്ടാണ് കളിച്ചത്. എന്തായാലും
ഇനി ആരാരെ സപ്പോർട്ട് ചെയ്യും. ഇതിപ്പോൾ കഴിഞ്ഞ വട്ടത്തെ പോലെ ലാഭമുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം ഈ 17 പേര് ഒരു ടീമായിട്ട് നിൽക്കുന്നു, ഇവർ 2 പേരും മാത്രം വേറൊരു ടീമിൽ നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ. അതായത് സിജോയും റോക്കിയും മാത്രം അവർ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് സാധനം പോയിട്ടുണ്ട്. ഇനി ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജിയൊക്കെ എന്തോ ആവുമോ എന്തോ തമ്പുരാൻ അറിയാം. ഇനി കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ, ഫസ്റ്റ് ഡേ അല്ലേ ആയുള്ളൂ. എന്തായാലും രതീഷിനെയാണ് സഹിക്കാൻ പറ്റാത്തത്. പ്ലീസ് ഇങ്ങനെയൊരു അടിച്ച് പുറത്തല്ലണം. സത്യം പറഞ്ഞാൽ രാവിലെ തൊട്ട് ഞാൻ ഫുള്ള് കണ്ടൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ സ്കിപ്പ് ചെയ്താണ് കണ്ടത്. ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. പക്ഷേ എന്നിട്ടും അൺസഹിക്കബിളായിരുന്നു. ക്യാപ്റ്റൻസി ടാസ്കിനാണ് അളിയനില്ലാത്തൊരു ഡയലോഗില്ലാതെ എപ്പോൾ ക്യാമറ വന്നാലും ക്യാമറ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് മറ്റേ ആട് 2-നകത്ത് ഷമീർ സെൽഫിയുടെ ബാക്കിൽ പോയി നിൽക്കില്ല, അതുവരാണ്. ക്യാമറ എവിടെയെങ്കിലും തിരിയുന്ന കഴിഞ്ഞാൽ അവിടെ പോയി നിന്നിട്ട് 2 ഡയലോഗ് അടി, 2 കാര്യം പറച്ചിൽ, 2 സ്നേഹപ്രകടനം, 2 തത്വം പറച്ചിലൊക്കെയാണ് പറച്ചിൽ. ഇനിയിപ്പം കണ്ടറിയാം ഇനി എങ്ങനെ പോകും എന്നുള്ളത്. എന്തായാലും ഫസ്റ്റ് ഡേ നല്ല ലാഗായിരുന്നു. പിന്നെ 1-2 അടിയൊക്കെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ജാസ്മിൻ ഉണ്ട് കേട്ടോ. ജാസ്മിൻ നല്ല രീതിയിൽ ജാസ്മിൻ റോക്കിയായിട്ട് അങ്ങ് വിഷയമായിട്ടുണ്ട്. ഇനിയിപ്പം ഇതെങ്ങനെ പോകുന്നുള്ളതാണ്. ഇതിനകത്ത് റോക്കി കൊള്ളാം, സിജോ കൊള്ളാം, അർജുൻ കൊള്ളാം, പിന്നെ ജിൻഡോ കുഴപ്പമില്ല, പിന്നെ രതീഷ് ഒന്നും ഞാൻ കൂട്ടൊന്നും പോലും ഇല്ല കേട്ടോ. അർജുൻ ഡീസൻ്റ് ആണെങ്കിൽ മറ്റേ സൈലൻറ്റ് കില്ലറാണ്, സൈലൻ്റായിട്ട് എന്നിട്ടുള്ള പരിപാടികളാണ് അവൻ. എന്തായാലും പറട്ടെ, അടുത്ത ദിവസങ്ങൾ വരുമ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ബോറടിയാണെങ്കിൽ ഞാൻ റിവ്യൂ ഇല്ല, ഞാൻ റിവ്യൂ നിർത്തിപ്പോവും. എനിക്ക് വയ്യ. കഴിഞ്ഞ വർഷത്തെ പോലെ 100 എപ്പിസോഡൊന്നും ചെയ്യാമെന്നൊന്നുമില്ല. ബോറാണെങ്കിൽ ഞാൻ നിർത്തും. എന്നിട്ട് നല്ല എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് ചെയ്യാം. വയ്യാത്തതുകൊണ്ടാണ്. അപ്പം ഫസ്റ്റ് ഡേ എന്തായാലും ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.